കൂട്ടുകാരെ, നമുക്കിന്നൊരു നാട്ടുപലഹാരം ഉണ്ടാക്കാം, അട. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ, വീഡിയോയിലോട്ട് പോകാം. അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നല്ല തിളച്ച ചൂടും വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് 2 ടീസ്പൂണോളം നെയ്യ് ചേർക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. നെയ്യ് ചേർത്ത് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. ഞാൻ ശർക്കരപ്പാനി ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 വലിയ ടീസ്പൂൺ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചിരകി വെച്ച നാളികേരം അരമുറി, 1 വലിയ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി വെള്ളമൊക്കെ വറ്റി വരണ വരെ ചെയ്യുക. ഈ സമയം നമ്മുടെ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തി ഇലയിൽ, വാഴ ഇലയിൽ പരത്തിയിടുക. നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന നാളികേര മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. ഇതുപോലെ ഓരോ വാഴയിലയിലും മാവ് പരത്തി വെച്ച് ഉള്ളിൽ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവിയിൽ വേവിക്കാൻ പോണത്, ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് മുകളിൽ ഒരു തട്ട് വെച്ച് ആ തട്ടിൻ്റെ മുകളിലാണ് നമ്മൾ വാഴയില അട നമ്മൾ അതിൽ മേലേക്ക് വെക്കാൻ പോകുന്നത്. 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് അട വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ ഈ വാഴയില കളറ് നല്ല ഗ്രീൻ കളറാണ്. ഇതിപ്പോ മാറി ഒരു ചെറുതായി ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഈവനിങ് സ്നാക്സായി എടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. ഇതൊരു കട്ടൻ ചായയുടെ കൂടെ ഒരു പിടി പിടിച്ചാലുണ്ട് മക്കളെ, ഒന്നും പറയണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക. പഴയ കാല സ്നാക്സാണ് ഏറ്റവും നല്ലത് ശരീരത്തിന് മനസ്സിനും. അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കൊടുക്കുക. അപ്പം ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.